നമുക്ക് ഒരു വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാന്മാരെയും നാമത്തെ കർത്താവ് ഞാൻ ബ്ലാസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുന്നു. Father God, I pray for the people, those who are watching online from UK, Europe, and Africa, North and South America, and Asian countries. I pray for all the people right now, especially the people, those who are suffering sickness, the people, those who lost the hope in their life. Heavenly Father, I pray for them right now when I'm sharing this gospel. Thank you, God, you are giving the power and anointing from the Holy Spirit so that they can also increase their faith in God. കർത്താവെ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഓർത്ത് കർത്താവ് ലോക രാജ്യങ്ങൾ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കും. കർത്താവ് അവരുടെ കർത്താവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ആൾക്കാർ ഈ വചനം കേൾക്കും. അനേകം ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, ഉദയരുണർവ് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ആമേൻ. God bless you. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Praise the Lord. Hallelujah. This I'm not just I'm reading. I will be reading. This just I'll be reading the Bible words only. Praise the Lord in English. So that the people, those who are watching online, you can also follow what I'm talking. അപ്പൊ ഇന്ന് മലയാളത്തിൽ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നതിന്റെ സബ്ജക്റ്റ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ വാക്തത്വങ്ങൾ കർത്താവ് നിറവേറ്റ ശക്തനാണ്. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് ഇത് പറഞ്ഞത്. നോ മാറ്റർ ഹൗ ഹാർഡ് യു ഗോ ത്രൂ ഇൻ യുവർ ലൈഫ്, the Lord will fulfill His promise in your life. Praise the Lord. Our God is a God Almighty. Our God can able to fulfill your life. ഇന്ന് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിച്ചതിൽ ഇപ്പൊ വന്ന വഴിയുള്ളൂ. സാധാരണ രീതിയിൽ വ്യാഴാഴ്ചകളിൽ പ്രൈസ് the Lord വേറെ ഫാസ്റ്റേഴ്സാ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാനിപ്പം ചില സമയത്ത് ഞാൻ വരുമ്പോൾ താമസിച്ചു പോകും. അപ്പൊ ഒരു പാസ്റ്റർ താല്പര്യം വന്നില്ല കഴിഞ്ഞ കാര്യം താമസിച്ചു പോയത്. അപ്പൊ എനിക്ക് അവർ ചെയ്യണ്ടോ, നമ്മള് എല്ലാവരും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല നമുക്ക്. നമ്മള് ചില നമുക്ക് താമസിക്കും, അല്പം താമസിക്കും. കാരണം വെച്ചാൽ നമ്മൾ റീച്ച് ചെയ്യാനായിട്ട് കർത്താവിനെ പ്രവേശിച്ചിട്ട് തിരിച്ചു വരാനായിട്ട് അല്പം താമസിക്കും. ആ സമയത്ത് ഓൺലൈൻ മീറ്റിംഗ് അല്പം താമസിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവിന്റെ വേലയിൽ നമ്മൾ ശക്തിപ്പെടണം. എല്ലാവരും കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് നീങ്ങണം. പ്രതിസന്ധി ഘട്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, മല പോലെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് തരണം ചെയ്യാനായിട്ട് പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും നമ്മൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. നോ മാറ്റർ what is the situation, whatever you are facing in your life. Only one thing our God is asking to you, the people, those who are watching, people, those who are born again, do the gospel work. First seek His kingdom. Later on everything will be added one by one in your life. അതാണ് നമ്മൾ ആദ്യം കർത്താവിന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓരോന്നോരോന്നായിട്ട് കർത്താവ് വർദ്ധിപ്പിക്കും. ഇത് പറഞ്ഞെന്ന് വായിക്കുന്നത് ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13. അതാണ്. The people, those who are watching online, cannot able to follow Malayalam. You can also refer book of Romans chapter 4 verse 13, 16 and 17 and 18 and 19. Praise the Lord. And 20, 21 and 22, 23, 24, 25. This is I'm reading this Bible words. അതുകൊണ്ട് റോമക്കാർ ലേഖനം 4:13 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലാണ് ലഭിച്ചത്. നമുക്ക് പ്രതീക്ഷ തകർന്നപ്പെട്ട ആൾക്കാരാണെങ്കിൽ വിശ്വാസത്താലാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. സാഹചര്യങ്ങൾ എതിരാകാം, നമ്മുടെ സർക്കംസ്റ്റാൻസസ് എല്ലാം നമുക്ക് പ്രതികൂലമാകാം. പക്ഷേ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാത്രം ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിലും കർത്താവ് നിങ്ങളെ പരിപാലിക്കും. ഒന്നുമില്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിലും കർത്താവ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഒന്നുമില്ലാത്ത അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും കർത്താവിന്റെ കര നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ദരിദ്രരെ കുപ്പയിൽ നിന്നെടുത്ത് രാജാക്കന്മാരെ കൊട്ടാരത്തിൽ ഇരുത്തുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പം ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചപ്പോൾ ശിംശോന്റെ കാര്യങ്ങൾ വായിച്ചായിരുന്നു. സാംസൺ. ഓക്കെ. When I was reading Judges, praise the Lord, one of the character, beautiful character name called Samson, praise the Lord. The people, those who are watching online, please go and read book of Judges, praise the Lord. Hallelujah. So you can see that one beautiful name that
a person called character name called Samson. How our God was using the Samson, praise the Lord, hallelujah. And our God was appointed Samson to help all the children of Israel. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് നമുക്ക് എല്ലാ ഇസ്രായേൽ ജനത്തെയും സഹായിക്കാനായിട്ട് സാംസനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഇസ്രായേൽ ജനം തെറ്റ് ചെയ്യുമായിരുന്നു. തെറ്റ് ചെയ്യുമ്പം കർത്താവിന്റെ വാക്തത്വത്തിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ കർത്താവിന്റെ വാക്തത്വത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ കർത്താവ് ഒരു ശിക്ഷ ഫെലിസ്തയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഓരോരോ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുന്ന അറിയാം. ഫെലിസ്തയുടെ കയ്യിലേക്കും അതേപോലെ തന്നെ പല അനർത്ഥങ്ങൾക്കും കർത്താവ് വിട്ടുകൊടുക്കും. പക്ഷെ ഇസ്രായേൽ ജനം വീണ്ടും നിലവിളിക്കും. കർത്താവിന്റെ പ്രത്യേകത കർത്താവ് കോപിച്ചാലും കർത്താവിന്റെ സ്നേഹനിധിയാണ് നമ്മുടെ ദൈവം. അതാണ് ലവിങ് കൈൻഡ്നസ്. അതാണ് കോപം അതിനേരം നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ ജനത്തിനെ നിലവിളി കേട്ടു. അതിനുവേണ്ടി ഓരോ രക്ഷകന്മാരെ അവരെ രക്ഷിക്കാനായിട്ട് ഓരോരുത്തരെ കർത്താവ് നിയമിച്ചയക്കുകയാണ്. അവരിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത് അവരെ ശിക്ഷാവിധിയിൽ അവർക്കെതിരായിട്ട് വരുന്ന ആൾക്കാരെ പരാജയപ്പെടുത്തി കർത്താവ് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതിലൊരാണ് സാംസൺ. കുറക്കനെയൊക്കെ ഉപയോഗിച്ച് വിലയിലെ ഫിലിസ്റ്റിയെ അവരുടെ വിളകളൊക്കെ നശിപ്പിക്കുന്നതായിട്ട് വായിച്ചു. ഇതിലും അതൊക്കെ നല്ലൊരു നമ്മളെല്ലാവരും വായിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നത്. നമ്മളെ പഴയ നിയമം മൊത്തം വായിച്ചിരിക്കും. നമ്മളെ ഇത് പറഞ്ഞു കഴിഞ്ഞാല് അബ്രാഹത്തിന് നീതി ലഭിച്ചതെന്ന് വെച്ചാൽ ബുക്ക് ഓഫ് റോമൻസ് 4:13 ഇറ്റ് വാസ് സേയിങ് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം ഹി വാസ് ട്രസ്റ്റഡ് ഗാഡ്. പ്രൈസ് ദി ലോർഡ്. ട്രസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇഫ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. നമ്മൾ കർത്താവിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം. കർത്താവിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ഈ ദൈവത്തിന് ഇത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ വിശ്വാസത്തെ നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ലോകാവകാശിയാകും എന്നുള്ള വാക്തത്വം അബ്രാഹത്തിന് അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്തിലല്ല വിശ്വാസത്തിന്റെ നീതിയാലാണ് ലഭിച്ചത്. വിശ്വാസത്തിലാണ് മേടിച്ചത്. കർത്താവ് പറഞ്ഞു അത് വിശ്വാസം നേരത്തെ മേടിച്ചെടുത്തു. അല്ല, ഇത് എഴുതിയ ഒരു ന്യായപ്രമാണത്തിലല്ല കിട്ടിയത്. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാക്തത്വം സകല സന്തതിക്ക് ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രാഹത്തിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാവേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുപോലെ 17-ാം വാക്യം പറയുന്നതെന്ന് വെച്ചാൽ ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 4:17 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 4:17 as it is written, I have made you a father of many nations. Praise the Lord. Hallelujah. അതാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ അബ്രഹാം അത് വിശ്വസിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥ വിശ്വസിച്ചു. അപ്പൊ ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാർ നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് നീങ്ങണം. പ്രതീക്ഷകളൊന്നും കാണത്തില്ല. നമുക്ക് കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണെങ്കിൽ എല്ലാം പകർന്ന് പ്രതീക്ഷ കാണത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് വലിയൊരു മാലപ്പടക്കം പോലെ കർത്താവ് നിങ്ങൾക്ക് പൂന്തോട്ടം തരാൻ പോവാന്നതിന്റെ അർത്ഥം. അതാണ് എന്റെ കർത്താവിന്റെ വാക്തത്വം നിറവേറ്റാൻ പോവാ. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് നിങ്ങൾക്ക് വലിയൊരു പൂന്തോട്ടം തരാൻ പോവാ. ഉല്ലാസവും ജയഘോഷവും നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ഞാൻ ഞെരുക്കത്തിൽ എനിക്ക് വിശാരത വരുത്തിയെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ ആരൊക്കെ ഞെരുക്കത്തിൽ ഇരിക്കുന്നുണ്ടോ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടോ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. No matter sometimes if you are walking in the wilderness, if you are facing the famine time in your life, our God can enlarge your territory because our God, you are the chosen one in the hands of the Lord. Praise the Lord. Hallelujah. Our God is not a mighty, our God is an almighty God. Praise the Lord. Hallelujah. Our God is a mighty and almighty God. അതാണ് നമ്മുടെ ദൈവം. ശക്തനും സർവശക്തനുമായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതാണ് പറയുന്നത്. നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുന്നത് നമുക്കറിയാം. ശിംശോന്റെ മേലെ സാംസന്റെ മേലെ കർത്താവിന്റെ മൈറ്റി സ്പിരിറ്റ് വന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. സർവശക്തിയുള്ള ആത്മാവ് സാംസന്റെ മേൽ വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാനായിട്ട് ഫിലിസ്തീനൊക്കെ പരാജയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞാല് കർത്താവിന്റെ ആ സർവശക്തിയുള്ള ആത്മാവാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച അതേ ആത്മാവ് തന്നെയാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഉയർപ്പിന്റെ ആത്മാവാണ് നമ്മളുള്ളത്. സർവശക്തിയായ റിസർഷൻ പവറാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതല് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
നമുക്ക് റിസറക്ഷൻ പവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മുടെ ഇന്നത്തെ കാര്യം കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടരുത്. എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടരുത്. നമ്മൾ റിസറക്ഷൻ പവറാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ആ റിസറക്ഷൻ പവറിൽ നമ്മൾ മുന്നോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 4:18 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുജാതികൾക്ക് പിതാവാകുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു. അവർ ഗോഡ് ഓൾറെഡി സ്പോക്ക് ടു എബ്രഹാം, ഐ ഹാവ് മെയ്ഡ് യു എ ഫാദർ ഓഫ് മെനി നേഷൻ. ദാറ്റ് ടൈം that one Sarah, his wife, was barren. Praise the Lord. Hallelujah. So the Abraham, he was trusting God 100% to God. Praise the Lord. So that what happened, our God was honoring his faith. അതാണ് കർത്താവ് അബ്രാഹത്തിന്റെ വിശ്വാസത്തെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതനുസരിച്ച് കർത്താവ് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദത്തം പാലിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. റോമക്കർ ലേഖനം അന്ന് സാര ബാരൻ എന്നല്ല പറഞ്ഞത്, സാറയ്ക്ക് മക്കളുണ്ടായിരുന്നു. പക്ഷെ വാഗ്ദത്തത്തിൽ ജനിച്ച മകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തത്തില് പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത പ്രകാരം ഇസ്ഹാക്കിന്റെ ജനത്തെ പറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ റോമക്കർ ലേഖനം 4:18 പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുൾ ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ഏകദേശം 100 വയസ്സുള്ളവനായാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അത് പറഞ്ഞ ഐ എം നോട്ട് ബീങ് വീക്ക് in faith. Book of Romans 4:19. He did not consider his own body already dead, since he was about 100 years old, and the deadness of Sarah's womb. Praise the Lord. Hallelujah. He did not waver at the promise of God through unbelief, but was strengthened in faith, giving ഗ്ലോറി ടു ഗാഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും വാഗ്ദത്തം അത് തടസ്സപ്പെടുത്തുവാനായിട്ട് നമുക്ക് അവിശ്വാസം കൊണ്ടാണ് പിശാച് ഓരോ ചിന്ത കൊണ്ടുവരും. കണ്ടില്ല, നിങ്ങളുടെ ജോലി കണ്ടില്ല, ജോലി പോയില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ പോയില്ല, ഇപ്പൊ ഒന്നുമില്ലാത്ത റെന്റ് കൊടുക്കുക എത്ര നാളായി, ഭക്ഷണം കഴിക്കാൻ എന്തെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർ നടക്കുന്ന പോലെയാണ് നമ്മൾ നടക്കുന്നത്. മറ്റുള്ളവർക്ക് വണ്ടിയുണ്ട്, നമുക്ക് വണ്ടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ്, എത്ര കടങ്ങളുണ്ട്, കണ്ടില്ല, എല്ലാം നശിച്ചു. അത് കണ്ടിട്ട് അതിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിട്ട്, വലിയൊരു മരുഭൂമിയുടെ മുമ്പിൽ നമ്മളെ കൊണ്ടു നിർത്തിട്ട് പിശാച് ഇതെല്ലാം ചോദിക്കും. അത് ഒരേ ഒരു കാര്യം പിശാചിന് വേണ്ട, നമ്മൾ കർത്താവിനുള്ള ആശ്രയത്വം കുറയണം. കർത്താവിനെ നമ്മളെ വാഗൊണ്ട് എതിര് പറയണം. അതാണ് പിശാചിന്റെ ആഗ്രഹം. പക്ഷെ നമ്മളെ വിട്ടുകൊടുക്കരുത്. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മൾ പറയണം, സിംഹക്കുട്ടികളെ ഇരകെട്ടാതെ അലയും, കർത്താവിൽ ആശ്രയിക്കുന്നവനോ ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വാഗോട്ട് പറയണം, ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു എന്ന് ഗോഡിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 41:10-13 ബൈബിൾ സേസ്, ഐ വിൽ ഹെൽപ്പ് യു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗിവിംഗ് 100% promise to the people, those who are believing in Jesus Christ. Our God is giving the promise to them. That means, what is a promise? I will help you, fear not, I am with you. അതാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞാല് യേശയ്യാപ്രവാചന പുസ്തകം 41 അതില് 10-13 വരെയും പറയുന്ന വെച്ചാല്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലഭിച്ചു നോക്കേണ്ട, ഞാനാണ് നിന്നെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇന്ന് ആരോടെ ഞാൻ പ്രവചിക്കുകയാണ്, ആരോടെ ഞാൻ സംസാരിക്കുകയാണ്. ജീവിതം തകർന്ന ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ട്, ഒന്നുമില്ലാത്ത ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ട്, വീട്ടുകാർ തള്ളപ്പെട്ട ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്, ജപ്തി നോട്ടീസ് വന്ന ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ട്, കടഭാരങ്ങളെ മുങ്ങിപ്പെട്ട ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്, അസുഖത്താൽ കൊടുക്കാൻ പൈസയില്ലാത്ത ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ട്, ജീവിതം തന്നെ അപകടത്തിലാന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വാച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ, അവർ ഗോഡ് ഈസ് സേയിങ്, ഐ വിൽ ഹെൽപ്പ് യു ടുഡേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശയ്യാപ്രവാചന പുസ്തകം book of Isaiah chapter 40:31 Bible is saying, praise the Lord, whatever God is saying, book of Isaiah chapter 40:31. അതാണ് പറയുന്നത്. You just have to read in English and Malayalam also. Praise the Lord. Hallelujah. Book of Isaiah chapter 40:31 പറഞ്ഞു കഴിഞ്ഞാല്, but those who wait on the Lord shall renew their strength, they shall mount up with wings like eagles,
and they shall run and not be weary, they shall walk and not faint. അത് ഞാൻ മലയാളത്തിൽ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൽ 40-ാം അധ്യായം പ്രൈസ് ഹല്ലേലൂയ 31-ാം വാക്യം പറയുന്നത് വെച്ചാൽ, എങ്കിലും നിങ്ങളുടെ ജീവിതം ഫുൾ സ്റ്റോപ്പ് വന്നെന്ന് ചിന്തിക്കാനിരിക്കെ എന്തെങ്കിലും അവിടെ ഒരു കോമയിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. നാളെ നിങ്ങൾ നശിച്ചു പോകുമെന്ന് വിധി എഴുതി. മെഡിക്കൽ സയൻസ് പറയും നിങ്ങൾ മരിച്ചു പോകും. എങ്കിലും ഇവിടെ ഡോക്ടേഴ്സോട് പറയണം, എങ്കിലും അവിടെ നിൽക്കേ, യേശുക്രിസ്തു ഞാനിപ്പോഴാ ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും എനിക്ക് വലിയൊരു ഓട്ടം ഓടാനായിട്ടുണ്ട്. ഇനിയും വാക്തത്വങ്ങൾ വരെ നിറവേറ്റാനായിട്ടുണ്ട്. ഇനി അധികം സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ടുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. വി ഹാവ് ടു ടോക്ക്. എങ്കിലും നമ്മൾ ഇങ്ങനെ പറയണം, എങ്കിലും നമ്മൾ കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. വീണ്ടും പുതിയ ചെറുകൾ നമുക്ക് വരും. പ്രതീക്ഷകൾ നമുക്ക് കർത്താവ് തരും. നമ്മൾ കർത്താവിൽ ചെറിയൊരു ഒരു ആശ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കർത്താവ് ഡോറുകൾ തുറന്നു വരും. മെഡിക്കൽ സയൻസ് റിജക്ട് ചെയ്താലും കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സെല്ലുകളെല്ലാം, നിങ്ങളുടെ അസുഖത്തിന്റെ സെല്ലുകളെല്ലാം കർത്താവ് നശിപ്പിച്ചു കളയും. പ്രൈസ് ലോർഡ്. വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കാലുകളും അസ്ഥികളും ബലം പ്രാപിക്കും. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തില് വിഷയയച്ച വ്യക്തിയുടെ കാലുകളെല്ലാം ബലം പ്രാപിച്ചു, അസ്ഥികൾ ബലം പ്രാപിച്ചു. അതേപോലെ തന്നെ എഴുന്നേറ്റ് തുള്ളിച്ചാടി നടക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ കർത്താവിനേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യുമെന്ന ദൈവത്തെ വിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം അസ്തമിക്കുന്ന ആൾക്കാർ നമ്മൾ പ്രതീക്ഷയിൽ നമ്മൾ ഉയരണം. വീണ്ടും കർത്താവിൽ ആശ്രയത്വം വർദ്ധിപ്പിക്കണം. ഈ ദൈവം നമ്മൾ ഒരു നാളും കൈവിടത്തുള്ളൂ, ഉപേക്ഷിക്കത്തുമില്ല. നമുക്കെതിരെ കൈ ഉയർത്തുന്ന ആൾക്കാരെ ആ ശത്രുക്കളുടെ പതരം കണ്ട്, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അവരുടെ ഇല്ലായ്മ കണ്ട്, അവരെ നിലവിളി കണ്ട് നമ്മൾ രസിക്കും. പ്രൈസ്. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ശത്രുക്കളെ കണ്ട് രസിക്കും. യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയോടെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. സാഹചര്യങ്ങളെ നമ്മൾ നോക്കരുത്. ജോമോൻ CJ, തോമസ് മാത്യു, ക്ലെയർ തോമസ്, ഗോഡ് ബ്ലെസ് യു. യു ക്യാൻ സെൻഡ് യുവർ പ്രയർ റിക്വസ്റ്റ്. ഒക്കെ വിൽ പ്രേ ഫോർ യു. പ്രയർ റിക്വസ്റ്റ് താല്പര്യമുള്ള ആൾക്കാർ പ്രയർ റിക്വസ്റ്റ് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ സാഹചര്യം നമ്മൾ നോക്കില്ല. കർത്താവ് പറയുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. നമുക്ക് ഇനി ഒരു കൊയ്ത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരു വിളവിന് ഒരു കൊയ്ത്ത് കർത്താവ് ഇനി നമുക്ക് വെച്ചിട്ടുണ്ട്. ശത്രുക്കൾ പറയും നമ്മൾ തീർന്നു പോകും, നമ്മൾക്ക് അസുഖമായി, ക്യാൻസറായി, HIV പോസിറ്റീവ്, ട്യൂമേഴ്സ്, ആർത്രൈറ്റിസ്, പാരലൈസ്ഡ് സിറ്റുവേഷൻ, പ്രൈസ് ലോർഡ്, ഒന്നുമില്ലാത്ത അവസ്ഥ ആണെന്ന് ഈ ലോകം വിധി എഴുതും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ പറയണം, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ വീണ്ടും പുതിയ ചിറകോട് കൂടി ഇങ്ങനെ പറന്ന് മൗണ്ടൻ അതിന്റെ കൊടുമുടിയെല്ലാം നമ്മൾ ഛേദിച്ച് അവിടുന്നും പറന്ന്, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, കാർമേഘങ്ങളുടെ മുകളിൽ കൂടെ എല്ലാം പറന്ന്, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, വീണ്ടും ഉന്നതങ്ങളിൽ കൂടെ നടക്കും. അങ്ങനെയാണ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് പറഞ്ഞാല് അതിപ്പം അബ്രഹാം എന്ന് വെച്ചാല് സാഹചര്യം ഒന്നും നോക്കി. അബ്രഹാം ലോകത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവർ രണ്ടുപേരും വേർപെട്ടു. എങ്കിലും സമ്പത്ത് ഒത്തിരിയായി. പ്രൈസ് ലോർഡ്. അവരുടെ നമുക്ക് ആട്ടിടയന്മാർ തമ്മിൽ അല്പം രസപ്പണക്കൊണ്ടുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഒരു ലോകത്ത് നമുക്ക് നല്ല ഫലപുഷ്ടമായ പ്രദേശം തെരഞ്ഞെടുത്തു. പ്രൈസ് ലോർഡ്. നല്ല അബ്രഹാമോ ഫലപുഷ്ടമല്ലാത്ത ദേശത്തേക്ക് പോയി. പ്രൈസ് ലോർഡ്. അബ്രഹാത്തിന് അറിയാം വിളിച്ച ദൈവം കർത്താവ് തന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വിളി കണ്ട് ഇറങ്ങിയ വ്യക്തിയാണെന്ന്. ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിലും അവിടെ നിന്നും കർത്താവ് പുതിയ പുല്ലുകൾ നിങ്ങൾക്ക് വേണ്ടി മുളപ്പിക്കും. മരുഭൂമിയിൽ നിങ്ങൾക്ക് സമൃദ്ധി ലഭിക്കും. നിങ്ങൾ തീയിക്കൂടെ നടന്നു കഴിഞ്ഞാൽ, വെള്ളക്കൂടെ നടന്നാൽ വെള്ളമൊന്നും നിങ്ങളുടെ നേരെ കവിയത്തില്ല. അഗ്നിനാല് നിങ്ങളെ ദ്വേഷിപ്പിക്കത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് പറയുന്നത്. കർത്താവിന്റെ വചനം പറയുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടി കർത്താവ് പുതിയതൊന്നും ചെയ്യും. അത് മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നീരവയം സൃഷ്ടിക്കും. അവർ ഗോഡ് വിൽ ഡു ന്യൂ തിങ്സ് ഫോർ യു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് പറയുന്നത്. കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ട് നമ്മളെ കർത്താവിൽ ആശ്രയിക്കണം. ഒരു വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. അല്ലെങ്കിൽ നമുക്കറിയാം, എന്നൊക്കെ ജീവിതത്തിൽ എന്നെ തകർക്കാനായിട്ട് 10-11 ഷോർട്ട് ശത്രുക്കൾ ശ്രമിക്കുന്നത്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവർ പറ്റുന്നപോലെ അവർ ശ്രമിക്കുന്നുണ്ട്. നമ്മൾക്ക് അവരോട് ആരോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വചനം പറഞ്ഞത്, എന്റെ കണ്ണ് എന്റെ ശത്രുക്കൾ കണ്ട് രസിക്കും, അവരെ നിലവിളി കണ്ട് ഞാൻ രസിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവര് അവരുടെ തലമുറയുടെ നിലവിളി കണ്ടിട്ട് ഈ ജോളി ലാസർ രസിക്കും.
പ്രൈസല്ലോ. കാരണം വെച്ചാൽ ശബര ഞാൻ ദൈവത്തെയാണ്, കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കുന്നത്. ആ വചനത്തെ കണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പരാജയപ്പെടത്തില്ല. പ്രൈസല്ലോ. ഹല്ലേലൂയ. ഇത് പറയുന്നത് കഴിഞ്ഞാൽ അബ്രഹാം ചെയ്യുന്ന റോമക്ക ലേഖനം 4:20 പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. വാട്ട് എബ്രഹാം ഡിഡ്, പ്രൈസ് ദി ലോർഡ്. എബ്രഹാം, he was giving the glory and praise and giving thanks to the Lord. Praise the Lord. Abraham, he was not at all worshipping in front of any of the statues. Abraham, he was not at all making any of the statues. Abraham, he was worshipping our God Almighty in spirit and truth. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ അന്യ ദൈവന്മാരെ കല്ലും വിഗ്രഹവും കൊത്തുവിഗ്രഹവും ഉണ്ടാക്കി അതിന് പിന്നെ പോയി കവന്ന് കിടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിൽ നമ്മൾ ആരാധിക്കണം. അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കണം. കർത്താവിന്റെ നാമം ശ്രേഷ്ഠമായിട്ട് കരുതണം നമ്മളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കണം. എല്ലാ കാര്യത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മൾ ഇന്ന് ജീവിക്കുന്നതും നാളെ ജീവിക്കുന്നതും ഇന്ന് ചെയ്യാൻ പോകുന്നതും ഇത്രയും നാളും ചെയ്തതെല്ലാം ദൈവത്തിന്റെ കൃപയിലാണ് നമ്മൾ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കോവിഡ് വന്ന സമയത്തൊക്കെ എത്ര പേര് ദിവസവും ആക്സിഡന്റ് ആയിട്ടും അസുഖം മൂലം എത്ര പേര് മരിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രായ വ്യത്യാസമില്ലാതെ എത്ര പേര് മരിച്ചു പോകുന്നു. എങ്കിലും ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു കുഴപ്പവും കൂടാതെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരങ്ങളും കഴിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കണം. വി ഹാവ് ടു ഗിവ് ദ താങ്ക്സ് ആൻഡ് പ്രൈസ് ടു ദ ലോർഡ് ഓൾമൈറ്റി. പ്രൈസ് ദി ലോർഡ്. When you are giving the thanks and praise to the Lord, what will happen? Our God's power, the mercy, extraordinary miracle, it will happen in your life. Praise the Lord. You are thinking, praise the Lord, it is impossible to get fulfilled in my life. Sometimes you are thinking maybe your visa or family matter or whatever. Praise the Lord. Hallelujah. Your blessings. But God is saying, I can make something greatest thing, whatever you are thinking, impossible thing, I can make it പോസിബിൾ ഇൻ യുവർ ലൈഫ്. നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ കർത്താവ് നമ്മുടെ മുമ്പിൽ സാധ്യമാക്കി തരാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് പ്രോമിസ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓൾമൈറ്റി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും, അപ്പൊ അബ്രഹാം ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് എണ്ണി ഉറച്ചു. being fully convinced that what he had promised he was also able to perform. Praise the Lord. Book of Romans 4 verses 21. ഇത് പറഞ്ഞ് അത് 22 വാക്യം പറഞ്ഞ്, അതുകൊണ്ട് ബുക്ക് ഓഫ് റോമൻസ് 4 verse 22, 23, 24, 5, 25 പറഞ്ഞ്, അതുകൊണ്ട് അവന് അത് നീതിയായി കണക്കിട്ടു. അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ and now it was not written for his sake alone that it was imputed to him. Praise the Lord. Hallelujah. But also for us it shall be imputed to us who believe in him who raised up Jesus our Lord from the dead. Praise the Lord. Hallelujah. അത് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തായി ഉയർപ്പിച്ചുമിരിക്കുന്ന പ്രൈസ് ലോർഡ് നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ. പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിൽ അബ്രഹാത്തിന്റെ വിശ്വാസം, നമ്മളൊരു കാര്യം ചെറിയൊരു വിശ്വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ കർത്താവ് അബ്രഹാത്തെ നോക്കും, അബ്രഹാത്തിനടുത്ത പ്രോമിസ് നോക്കും, അബ്രഹാത്തിന് കൊടുത്തിരിക്കുന്ന ആ വാക്തത്വം നോക്കും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം നമുക്കറിയാം, യേശു ക്രിസ്തുവിലൂടെ നമുക്കെല്ലാം കിട്ടുന്നത് ന്യായപ്രമാണം വഴിയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എഫോർട്ട് വഴിയല്ല ഒന്നും തരുന്ന കർത്താവ് നമുക്ക് നമ്മുടെ വിശ്വാസത്തിലാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് തോമസിനോട് പറഞ്ഞ അല്പവിശ്വാസിയാകാതെ വിശ്വാസമുള്ളവരായിരിക്കാം. കർത്താവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടില്ല, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ വിശ്വാസരാഹിത്യത്തെ കർത്താവ് ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മള് വിശ്വാസത്തിൽ എത്ര പ്രതികൂലം വന്നു കഴിഞ്ഞാലും വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. I would like to read book of Acts 27 verses 20. Praise the Lord. Apostle Paul, he was facing a greatest trouble in his life when he was in the midst of the ship last 14 days. But the angel of the Lord appeared in front of Apostle Paul, and that one, he was helping Apostle Paul, and not only Apostle Paul, and all the prisoners with him. The angel of the Lord, that means God himself, was helping Apostle
Paul to come out, praise the Lord, from that greatest tragedy, praise the Lord. So that Apostle Paul could able to come out from that greatest destruction, and our God was ordering Apostle Paul and all his companions. This is what when you are reading book of Acts chapter 27 verses 20 onwards, we can see that one. The Bible പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം 20 വാക്യം തൊട്ട് പറഞ്ഞു വെച്ചാൽ വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രൻ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും മറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിൽ വിശ്വസിച്ച പൗലോസിന് വേണ്ടിയും ആശ നശിച്ചു പോയ ഒരു അവസരം. പ്രൈസ് ദി ലോർഡ്. അതേപോലെ പിശാച് നമ്മളെ തകർക്കാൻ തുടങ്ങും. കാരണം പ്രത്യേകിച്ച് നമ്മൾ കർത്താവിന്റെ പ്രോമിസിലുള്ള ആളാണെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ വാക്തത്വത്തിൽ, നിങ്ങൾക്ക് വാക്തത്വത്തിൽ വിളിയുള്ള ആളാണെങ്കിൽ പിശാചിന് ശരിക്കറിയാം. പിശാച് നിങ്ങളെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മമണ്ഡലത്തിൽ പിശാചിനറിയാം. നമ്മൾ ദൈവത്തിന്റെ വാക്തത്വത്തിൽ ജനിച്ച വ്യക്തിയാണ് എന്ന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ തകർക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരെ തന്നെ നമുക്ക് എതിരായിട്ട് ശത്രുക്കൾ കണ്ണും മേടിച്ച് നമ്മുടെ മിന്നാവുന്ന എല്ലാം നഷ്ടപ്പെടുന്നത്, നാട്ടിലെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെടുന്ന രീതി വലിയ പ്രശ്നമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മുടെ അഡ്വക്കേറ്റുമാർക്കെല്ലാം പൈസ കൊടുത്ത ആൾക്കാരെ കൊണ്ടിട്ട് അവരൊക്കെ ഒന്നും പൈസ ഇല്ലെങ്കിൽ തന്നെയും കട മേടിച്ചാക്കിലും ദൈവത്തിന് അഭിഷിക്തം വരെ തകർക്കാം. പക്ഷെ എങ്കിലും തകരുമോ? നമ്മുടെ കണ്ണ് നമ്മുടെ ശത്രുക്കളെ, നിന്റെ കണ്ണ് നിന്റെ ശത്രുക്കൾ കണ്ട് രസിക്കും. ശത്രുക്കളുടെ മുമ്പിൽ വരുന്നവരൊക്കെ ദൈവമാണ്. വാക്തത്വത്തിന് മാറ്റമുണ്ട് ഇല്ല. നമ്മുടെ ശത്രുക്കളുടെ തകർച്ച നിലവിളിയും കണ്ട് നമ്മൾ രസിക്കുന്ന ദൈവത്തിന് വചനം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാളും ബുദ്ധിമുട്ടരുത്. കർത്താവിന്റെ വചനത്തെ സ്തോത്രം ചെയ്യണം. കർത്താവിന്റെ ശക്തിയോർത്ത് സ്തോത്രം ചെയ്യണം. കർത്താവിന്റെ വലുപ്പത്തെയോർത്ത് സ്തോത്രം ചെയ്യണം. ഇന്ന് കണ്ട മിസ്രൈമിനെ നമ്മൾ നാളെ കാണത്തില്ല. കാരണം നമ്മൾ കർത്താവിലെ വിശ്വസിക്കുന്നത്, ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തെ വിശ്വസിക്കുന്നത്. കളി കൊണ്ടുണ്ടാക്കി വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എനിക്കത് അങ്ങനെ നിങ്ങൾ ശത്രുക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്. വിഗ്രഹത്തിന് പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആത്മാവിലും സത്യത്തിലും സത്യാരാധന നടത്തുന്നത് ദൈവ മക്കൾക്കുള്ളതാണ് കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ മൊത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞാൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 20 പറഞ്ഞാൽ വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റും അടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുന്നുള്ള ആശ പോലും അറ്റുപോയി. ഇത് പറഞ്ഞേ now when neither sun nor stars appeared for many days, book of Acts chapter 27 verses 20, they പറഞ്ഞേ and no small tempts brought on us, all hope that we would be saved was finally given up. Praise the Lord. Hallelujah. അത് ഇത് തുടർന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നായിട്ട് ഞാൻ വായിക്കുന്നത് അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് യെശയ്യാ പുസ്തകത്തില് ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40 വേഴ്സസ് 31 പറഞ്ഞ യെശയ്യാ പുസ്തകം 40-31 വാക്യമുണ്ട്. എങ്കിലും യഹോവയെ കിടാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അതുപോലെ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 22 വേഴ്സസ് 27 വേഴ്സസ് 22 പറയുന്നത് അപ്പോസ്തലർ 27-22 വാക്യം പറയുന്നത് എങ്കിലും തകരുമെന്ന് അന്ധകാര ശക്തികൾ നമ്മളെ കാണിച്ചു വന്നെങ്കിലും അവര് പ്രതീക്ഷിക്കുവാണ്. എങ്കിൽ തന്നെയും നമുക്കൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ജീവിക്കുന്ന ദൈവമുണ്ട് നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട്, നമ്മളെ പരിപാലിക്കാനായിട്ട്, നമ്മുടെ മുമ്പിൽ നമ്മളെ സഹായിക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കു തരാനായിട്ട്, മരുഭൂമിയിൽ നമുക്കൊരു വഴി തുറക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷാമകാലത്ത് വിതച്ചാലും 100 മേനി കൊയ്ത് തരുവാനായിട്ടും ശക്തിയുള്ള ദൈവം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നതിന് ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്നത് കഴിഞ്ഞാല് എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിലല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരുത്തത്തില്ല. And now I urge you to take heart. Praise the Lord. Bible saying, for there will be no loss, praise the Lord, of life among you, but only of the ship. Praise the Lord. Hallelujah. പൗലോസിനെ കുറിച്ചുള്ള തൊടുകാരുടെ എല്ലാവരോടും പറയുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ കപ്പലിനല്ലാതെ നമുക്കാർക്കും ഒന്നും പറ്റത്തില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ശക്തനായ ദൈവമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിക്കാൻ ശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്ന. അപ്പോസ്തലനായ പൗലോസ് ആ തൊടുകാരുടെ മുമ്പിൽ വെച്ച്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും എന്റെ ഉടയവനും ഞാൻ സേവിച്ചവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. For there stood by me this night
an angel of the God to whom I belong and whom I serve. Praise the Lord. Hallelujah. Saying, do not be afraid. Praise the Lord. Paul, you must be brought before Caesar. And indeed, God has granted you all those who sail with you. ഇത് പറഞ്ഞു കഴിഞ്ഞാല് പൗലോസേ ഭയപ്പെടരുത്, കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഒരു വാഗ്ദത്തം പൗലോസിനും കൊടുത്തിരിക്കുന്നു. നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. ആ പോകുന്ന വഴിക്കാണ് പ്രതിസന്ധി ഘട്ടമുണ്ടാകുന്നത്. കർത്താവിന്റെ വാഗ്ദത്തത്തിന് മാറ്റം വരുമോ? മാറ്റം വരത്തില്ല. അബ്രഹാം ബഹുജാതികൾക്ക് പിതാവാകുന്ന കർത്താവ് വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തത്തിന് മാറ്റം വരുമോ? ഇല്ല. അതിനൊരു ഫാമിലി ടൈം വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു തകർച്ച വന്നു കഴിഞ്ഞാലും, വർഷങ്ങൾ കുറച്ച് കാത്തിരുന്നാലും, ജോസഫ് ഒരു കാരാഗ്രഹത്തിൽ കടന്നു കഴിഞ്ഞാലും വാഗ്ദത്തത്തിന് സ്വപ്നത്തിന് മാറ്റമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തത്തിന് മാറ്റം അതിന് ഉള്ളിൽ കാര്യങ്ങളൊക്കെ പിശാച് കൊണ്ടുവരും. ഈ നല്ല നമ്മൾ തരണം ചെയ്യും. യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. അവർ God is a God Almighty. Today, if you are facing any other difficult situation today, maybe you are having the cancer, praise the Lord, tumor, medical science rejected you. Arthritis, sometimes you cannot able to walk, paralyzed, lots of things. Maybe you don't have visa. Sometimes you know that you don't have home. You are the homeless. Lots of things are coming against your life. You have to declare and say, my God is Almighty God. Through my God, our God will grant something for me, greatest thing for me. Our God can do it something greatest thing in my life. നമ്മൾ പറയണം, നമുക്കെല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിലും വാത്തോണ്ട് തുറന്ന് പറയണം, എങ്കിലും കർത്താവിലെ കാത്തിരിക്കുന്ന എനിക്ക് ഇനിയൊരു പ്രതീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സിംഹക്കുട്ടി ഇരകടത്താൽ ആരെയും കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും ഒരു കുറവുണ്ടാകത്തില്ല. മരുഭൂമിയിൽ കർത്താവ് ഒരു വഴിയും നിർജ്ജന പ്രദേശം നീരവനും കർത്താവ് സൃഷ്ടിക്കും. കർത്താവിൽ കാത്തിരിക്കുന്ന ഞാൻ വീണ്ടും കഴുകുമാരെ പോലെ പറക്കും. എന്റെ നശിച്ചു പോയതെല്ലാം കർത്താവ് വഴുവരോന്ന് വരാൻ തിരിച്ചു തരും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ, പൗലോസേ നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, കർത്താവ് പറഞ്ഞ വാക്കിനെ ഓർത്ത് ഞാൻ പറയുവാണ്, ഞാൻ കരാരത്തിൽ കിടന്നിരുന്നു. Book of Acts chapter 16 verses 24. Abraham, the Apostle Paul, he was having one experience. Apostle Paul and Silas, he was in the prison. Praise the Lord. Hallelujah. He was giving the praise and give thanks to the he was giving praise and thanks to the Lord in the midnight. Then what happened? Praise the Lord. Angel of the Lord came to that prison, and you know that when we can see Apostle Paul and Silas could able to come out from the prison. ഇതിനെ പറഞ്ഞു കഴിഞ്ഞാല് പൗലോസിന് സ്വന്തമായിട്ടൊരു ഒരു അനുഭവം പറയാനായിട്ടുണ്ട്. അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോസ്തലപ്രവൃത്തി 16:24 വാക്യം വായിക്കണം. നമുക്കറിയാം, പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നു. കാരാഗൃഹത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചു. സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ആ കാരാഗൃഹത്തിൽ നിന്ന് പൗലോസും ശീലാസിനും പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ ഈ കപ്പലപകടം ഉണ്ടായ ഈ സമയത്തും 14 ദിവസമായിട്ടൊന്നും കഴിച്ചില്ലായെങ്കിലും നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. പൗലോസ് കൂടുതലുള്ള എല്ലാവരോടും പറയുവാണ്, നിങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ കല്ലിനെയും മണ്ണിനുമാണ്, ഞാൻ വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാണ്, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പിൻ, എന്നോട് അരുൾ ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയുന്നത് എന്താന്ന് വെച്ചാൽ, പൗലോസ് നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവിനോട് പൗലോസിനോട് പറയുവാണ്, നിനക്കൊന്നും സംഭവിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിലും, പ്രതീക്ഷ നഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, സാഹചര്യം എല്ലാം എഗൈൻസ്റ്റ് ആയിരിക്കും. കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും നിങ്ങൾക്ക് ഒരു കൊയ്ത്തുണ്ട്. നിങ്ങൾക്ക് ഇനിയും പുതിയ ചിറക് ഞാൻ തരും. നിങ്ങൾ ഇനിയും പറന്നുയരും. നിങ്ങൾ കർത്താവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു പ്രതീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ വളരെ ദൂരം സഞ്ചരിക്കാനുണ്ട്. മോശ 80-ാം വയസ്സിൽ കർത്താവിന്റെ സാധാരണ ആൾക്കാർ ലോകത്തിലായി മരിച്ചു വന്ന സമയത്താണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിപ്പിക്കാനായിട്ട് മോശനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഒരു 40 വർഷം കർത്താവ് നീട്ടിക്കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. That means you should never lose your hope in Christ. You have to increase your hope. Praise the Lord. Hallelujah. Read the Bible. Always declare the promise of word from your mouth. What you have to do each and every day, we have to declare the promise words. You have to look at your diary book. What are the dreams? What are the promise and prophetical word you have received from the man of God and woman of God, and also in your personal prayer. Read everything one by one. The medical science will say you will get die. You have to read that promise. You have to declare from your mouth and challenge the devil. Our God can destroy the work of the devil. Our God can fulfill your promise because our God
can able to keep your promise. Praise the Lord. Our God is a promise keeper. He cannot change his word. Praise the Lord. Hallelujah. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്നത്തെ ഈ വചനത്താല് നിങ്ങൾ എത്ര പ്രതീക്ഷ താർന്ന വ്യക്തിയാണ് കർത്താവ് നിങ്ങൾ അനുകരിക്കും. ഒരു വഴി തുറന്നു വരും, ഒരു കൊയ്ത്ത് കർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇനിയും കർത്താവ് പുതിയ ചെറുകൾ തരും. നിങ്ങളുടെ ശത്രുക്കളെ കണ്ട് നിങ്ങളുടെ കണ്ണ് രസിക്കും. നിങ്ങൾ അവരെ ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മനുഷ്യനോട് ചെയ്യാൻ പറ്റും, കർത്താവാണ് എന്റെ സഹായകൻ. പ്രൈസ് ലോർഡ്. യഹോവീരൻ മഹാവീരനെ പോലെ എന്നോട് ഓടിയുണ്ട്. അതുകൊണ്ട് എന്നോട് മുട്ടുന്നവർ എട്രവിയം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തുറന്നു പറയണം, കർത്താവ് എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യനോട് ചെയ്യാൻ പറ്റും. നമ്മൾ നിശ്ചയമായിട്ട് നമ്മളെ വാഗുകൊണ്ട് ഏറ്റു പറയാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷിക്കല്ലാത്തു ബലത്തി തക്കൻ ഷിത്തത്ത ബല്ലത്തി തക്കൻ ഊരം ബല്ലത്ത രക്കനി രതി തപ്പല്ല ഊരം ബല്ലക്കാരതി തക്കനി ഊരം ബല്ലക്കാരതി തക്കനി. ഞാൻ ഒരു കാറിന്റെ ഒരു വിഷം കാണുകയാണ്. ആ വിഷന്റെ അത് കഴിഞ്ഞാൽ ആ കാറിന്റെ അകത്ത് ഒരു നായനെ, ഒരു പട്ടി, നമ്മുടെ നാട്ടിൽ പറയുന്ന പട്ടീനെ ആ നായ പിടിച്ച് കൂട്ടിലിട്ട പോലെ ഇട്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ആ തിരത്തൊഴിച്ച് ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ആ കൂട്ടിൽ നിന്ന് പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ അഭിഷിക്തന്മാര് ആ കൂട്ടിൽ അടയ്ക്കപ്പെട്ട ആൾക്കാർ തുറന്നു വരാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതുപോലെ ആൾക്കാർ നിങ്ങളെ ചേസ് ചെയ്യുക. വേറെ വിഷയം കാണുന്നു കഴിഞ്ഞാൽ ചേസ് ചെയ്തുകൊണ്ടിരുന്നു, നിങ്ങളെ പിന്തുടരുന്ന ആൾക്കാർ, വീട്ടിൽ എന്തോ ഒരു കാര്യത്തിൽ പിന്തുടരുന്ന ആൾക്കാര് നിങ്ങളെ പിന്തുടരുന്നു. ആരെയാ പിന്തുടരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ പിടിക്കാൻ വേണ്ടി പിന്തുടരുന്നു. അതിൽ നിന്ന് കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുന്നു. കർത്താവ് രക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആ പിന്തുടരുന്ന ദുരാത്മ ശക്തി യേശുവിന്റെ നാമത്തിൽ അവരെ കണ്ണിയെ ബ്ലൈൻഡ് ആക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ apply the blood of Jesus Christ by the mighty power of the Holy Spirit. In the name of Jesus Christ, I declare the deliverance right now in the name of Jesus Christ. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ വായിക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. തോമസ് മാത്യു, ജോഷു അംബാസ്, സിസിൽ കുരിസോദി, ജോമൻ സീജെ, സാംസൺ, ക്ലയൻ, ജോഷി അലക്സ്, ഡെക്സി, ക്ലറിൻഡ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. Heavenly Father, I pray for each and every people, the special people, those are watching from different countries. I pray for them right now, Father. Thank you for increasing their faith. Pray, Heavenly Father, thank you for your giving your wisdom and knowledge to each one of them, Father. Thank you for your giving your heavenly angels protection to each one of them, Father. Heavenly Father, once again more I pray for each one of them. In Jesus' name, the grace of our, now we can pray together. The grace of our Lord Jesus Christ, the love of God, the sweet fellowship with the Holy Spirit be with you all. Surely the goodness and mercy will follow us all the days of our life. And I will dwell in the house of the Lord forevermore. Amen. Praise the Lord. Hallelujah. God bless you.